നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്നോ, പോസിറ്റീവ് അഫർമേഷൻസ് മലയാളത്തിൽ നമ്മളൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് അതിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഷോർട്സ് വീഡിയോ നമുക്ക് എപ്പോഴും 1 മിനിറ്റ് ആയതുകൊണ്ട് അതിൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഷോർട്സിൻ്റെ ഇത് ഞാൻ താഴെ കൊടുത്തേക്കാം, അത് മിസ് ചെയ്യേണ്ട. അതാണ് മെയിൻ കാര്യം. അത് 1 മിനിറ്റ് ഷോർട്സിൽ ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കപ്പോൾ അത് മാത്രം എല്ലാ ദിവസവും കണ്ടാൽ മതി. വീഡിയോ കാണുമ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ പിന്നെയും കേൾക്കണ്ടേ, അപ്പോൾ അത് ഇങ്ങനെ ഫോർവേഡ് ചെയ്തൊക്കെ കളഞ്ഞ് കേൾക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഷോർട്സ് വീഡിയോ നമുക്കത് മാത്രം കേട്ടാൽ മതി. കേൾക്കാനല്ല, അത് നിങ്ങൾക്ക് പറയാനുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെയും എണീക്കുമ്പോൾ തന്നെ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പും നിങ്ങൾക്ക് പറയാനുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളെല്ലാം പറയണം. പിന്നെ പോസിറ്റീവ് അഫർമേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളോട് തന്നെ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മൾ എപ്പോഴും ഓക്കെ ആയിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് ലൈഫ് ഈസ് ടൂ സ്മോൾ എന്നാണ്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് അൺപ്രഡിക്റ്റബിൾ പോലെ ആണല്ലോ. നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ ഓക്കെ ആയിരിക്കണം. നമുക്കെല്ലാം ഫേസ് ചെയ്യാനുള്ള ശക്തി വേണം. നമ്മുടെ മനസ്സ് പ്രശ്നത്തിലായി പോകരുത്, അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹമില്ലേ. പിന്നെ നമ്മൾ ഓരോരോ കുഞ്ഞു ആഗ്രഹങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്നില്ലേ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലാവാൻ നമ്മുടെ മനസ്സ് ഓക്കെ ആയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെപ്പോഴും ഓക്കെ ആയിരിക്കണം. നമ്മൾ മനസ്സ് എന്താ പറയുക, വളരെ പ്രശ്നത്തിലൊന്നും ആവാതെ ഇങ്ങനെ പോകണം. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതിനുള്ള വേണ്ട ഒരു 7 പോയിൻറ്റ്സ് ഞാൻ ഈ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ എല്ലാ ദിവസവും പറയണം കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്, അത് ഗംഭീരമായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ പരീക്ഷിക്കാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടാവും, പരീക്ഷിച്ചോളൂ. ഒരു 21 ഡേയ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും പറയുക, ഉറങ്ങണേന് തൊട്ട് മുമ്പും പറയാം. ഇത് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ വെച്ചോളൂ. ആ വെള്ളത്തോട് പറയുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. ഇതൊക്കെ വാട്ടർ മാനിഫെസ്റ്റേഷനൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ പോസിറ്റീവ് അഫർമേഷൻസ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കൂടുതലും ഇംഗ്ലീഷിലാണ് പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഭാഷയിൽ പറയുമ്പോഴാണല്ലോ നമുക്കൊരു സുഖമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതെല്ലാം പറയുക. ലാസ്റ്റ് 7th പോയിന്റ്, നിങ്ങൾക്കൊരു ആഗ്രഹം പറയാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇട്ടിട്ടുണ്ട്. ആ ആഗ്രഹങ്ങളും പറയാം. എല്ലാ ദിവസവും പറയണം കേട്ടോ. വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഈ പ്രപഞ്ചം അങ്ങനെയാണ്. നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രപഞ്ചം നമുക്ക് എല്ലാം തരും. താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി. ആ ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാത്തിനും നമുക്ക് നന്ദിയുണ്ട്. നമ്മൾക്ക് ഒരാളൊരു സഹായം ചെയ്തു, അയാളോട് നമുക്ക് എന്നും നന്ദിയാണ്. ചിലപ്പോൾ അയാളൊരു കുറച്ച് കാശ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്ത് അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അയാളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും ആയിക്കോട്ടെ, മനുഷ്യനോ മൃഗങ്ങളോ കാറ്റോ ഇലയോ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പാരൻസിനോട്, നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരോട്, അവരൊക്കെ ചെയ്യുന്ന ചെറിയ കാര്യത്തിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു പറയാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. യൂണിവേഴ്സിനോട് നന്ദി പറയൂ എല്ലാത്തിനും. യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം തരും. അപ്പോൾ ഇനി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ കഥയെല്ലാം കേട്ടിട്ട് ഇനി ഷോർട്സ് കാണാതെ പോകരുത്. ഷോർട്സാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും പറയുക. സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.